ഏഞ്ചൽ ബിൻഡാബിളിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു ചിക്കൻ കറിയാണ്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് വേണ്ട വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചു വെച്ചു, സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ ചിക്കൻ പുരട്ടി വെച്ചു. ഇതിനകത്ത് 1 സ്പൂൺ ചിക്കൻ മസാലയും, നമ്മൾ ആവശ്യത്തിന് മഞ്ഞൾ പൊടിയും, കുറച്ചു മുളക് പൊടിയും, ഉപ്പും, കുറച്ച് വിനാഗിരിയും കൂടി ഇട്ട് ഇളക്കി വെച്ച് നമുക്ക് അരമണിക്കൂർ നമുക്കിത് ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവെക്കാം. നമ്മളൊരു പാത്രം അടുപ്പ വെച്ച് എണ്ണ ഒഴിച്ചു. ഇനി നമുക്ക് എണ്ണ ചൂടായി വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ സവോള ഇട്ട് കൊടുക്കാം അതിനകത്തോട്ട്. അതിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞ് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വെള്ളം തിളപ്പിക്കുന്നത് ചിക്കനകത്ത് ഒഴിക്കാനാണ്, പച്ചവെള്ളം ഒഴിക്കത്തില്ല. വെള്ളം തിളപ്പിച്ച് നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷമാണ് അതിനകത്ത് ഒഴിക്കുന്നത്. പച്ചമുളകും കരിയാപ്പിലയും കൂടി ഇട്ട് അതിനെ ഇട്ട് വഴറ്റുന്നരം വരെ നമ്മൾ ഇളക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ തന്നെ എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, മുളക് പൊടി, ഇത് മൂന്നും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കും. അതിനുശേഷം നമുക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണം. ഇത് കണ്ട ഒരു ബ്രൗൺ കളറായ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. നമ്മൾ ആ മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് ഇനി ഇത് നല്ലപോലെ മൂക്കുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇടുവാണ്. 2 സ്പൂൺ ഇട്ടു. മറ്റേ കുറച്ച് നമ്മൾ അതേ പുരട്ടി വെച്ചായിരുന്നല്ലോ, അതുകൊണ്ടിപ്പം അത് കുറച്ചാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. നമ്മുടെ മസാല എല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. ഇത് നല്ലോണം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഇതിനി നല്ലപോലെ ഇളക്കണം. മസാലക്കകത്തിട്ട് ഈ ചിക്കൻ വഴറ്റിയെടുക്കുവാണ്. നല്ലതുപോലെ ഇളക്കി വഴറ്റിയെടുക്കണം. അപ്പൊ തേണ്ട ചിക്കൻ നമ്മളിങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇത് കുറച്ചു നേരം നമ്മൾ ഇളക്കി നല്ലപോലെ വഴറ്റിയെടുക്കണം. നമ്മൾ തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം, തിളപ്പിക്കണമെന്നുമില്ല, നല്ലപോലെ ചൂടാക്കിയാലും മതി. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുവാണ്. ശകലം കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം നമ്മൾ വെള്ളം. എന്നിട്ട് ഇളക്കണം. ഇനി നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇളക്കി വെച്ചേ. ഇനി നമ്മൾ തീ കുറച്ച് വെക്കണം. തീ കുറച്ച് വെച്ചിട്ട് ഇത് പതുക്കെ ഇരുന്ന് വെന്ത് ഇതിന്റെ ചാറ് കുറച്ച് പറ്റി വരണം. അപ്പൊ തന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയും ഇടിയപ്പവും. അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.